Hello everyone. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് കോംപ്ലക്സ് അനാലിസിസ് ആണ്. കോംപ്ലക്സ് അനാലിസിസിനെ നമുക്ക് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ കോംപ്ലക്സ് നമ്പേഴ്സ്, സെക്കൻഡ് വൺ കോംപ്ലക്സ് ഫംഗ്ഷൻ, തേർഡ് വരുന്നതാണ് കോംപ്ലക്സ് അനാലിസിസ്. കോംപ്ലക്സ് അനാലിസിസ് തന്നെയാണ് ഈ 3 ടോപ്പിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് മെജോറിറ്റി ഒരു 80% നിങ്ങളെ ഡിഗ്രി ലെവൽ ആണ് ചോദിക്കുന്നത്. ഡിഗ്രി ലെവൽ ആണ് പോർഷൻ വരുന്നത് ഇതിനകത്ത് വരുന്നത്. നമ്മൾ +2 കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. കോംപ്ലക്സ് നമ്പറിൻ്റെ അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ +2 പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് +2 കോംപ്ലക്സ് നമ്പർ തൊട്ടിട്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ടോപ്പിക് തൊട്ടിട്ട് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സ് അതിന് നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? സങ്കീർണ സംഖ്യകൾ അല്ലെങ്കിൽ മിശ്ര സംഖ്യകൾ എന്നൊക്കെ പറയും. സങ്കീർണ സംഖ്യകൾ എന്നാണ് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മലയാളം. അല്ലെങ്കിൽ നമ്മൾ മിശ്ര സംഖ്യകൾ, മിക്സഡ് നമ്പേഴ്സ് അഥവാ മിശ്ര സംഖ്യകൾ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ z x + iy എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ where x and y are any real numbers, z x + iy എന്നാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ഫോമാറ്റ്. ഇതിനെ നമ്മൾ x എന്ന ഭാഗത്തിന് റിയൽ പാർട്ട് എന്നും എക്സിനെ നമ്മൾ റിയൽ പാർട്ട് എന്നും എല്ലാവർക്കും അറിയാവുന്ന കേസായിരിക്കും. iy എന്ന ഭാഗത്തിന് iy എന്ന പോർഷൻ നമ്മൾ ഇമാജിനറി പാർട്ട് എന്നും ആണ് പറയുന്നത്. z x + iy ക്കകത്ത് x എന്നത് റിയൽ പാർട്ടും iy എന്നുള്ളത് ഇമാജിനറി പാർട്ടുമാണ്. i എന്നൊരു നമ്പർ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ ഒരു ഇമാജിനറി പാർട്ടായി അത് മാറുന്നത്. ഐയുടെ വാല്യൂ എല്ലാവർക്കും അറിയായിരിക്കും. ഐ എന്താണ്? √(-1) ആണ്. i = √-1 ആണ്. നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിന്റെ ഒക്കെ റൂട്ട് കാണാൻ അറിയാം. എന്നാൽ ഒരു നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു റിയൽ നമ്പർ ആയിരിക്കില്ല. -16ന്റെ റൂട്ട് നമുക്ക് ഒരു റിയൽ നമ്പർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് നമ്പേഴ്സിന്റെ റൂട്ട് കാണുന്ന സമയത്താണ് നമ്മൾ ഐ എന്നൊരു ടേം യൂസ് ചെയ്യുന്നത്, ഐ എന്നൊരു ലെറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ √(-1) ആണ്. അപ്പോൾ നമുക്ക് √16 എന്നുള്ളതിനെ 16 × -1 എന്ന് എഴുതാം. 16 × -1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 16 റൂട്ട് 4ഉം -1ന്റെ റൂട്ട് ഐയും ആണ്. അപ്പം നമുക്ക് 4i എന്ന് കിട്ടും. ഇതാണ് ഐ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗങ്ങളിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു z x + iy. z x + iy ക്കകത്ത് എക്സും വൈയും 2 നമ്പേഴ്സാണ്. ഇനി നമുക്ക് ചിലപ്പോൾ പ്യുവർലി ഇമാജിനറി അല്ലെങ്കിൽ പ്യുവർലി റിയൽ എന്നൊക്കെ പറയും. പ്യുവർലി ഇമാജിനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. z = 6i. നമ്മൾ പറഞ്ഞു z x + iy എന്നുള്ളതാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഫോമാറ്റ്. ഇവിടെ 6i എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, ഒരു റിയൽ നമ്പർ x എന്ന ഭാഗം ഇല്ല. i എന്ന ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ കോംപ്ലക്സ് നമ്പറിനെയാണ് നമ്മൾ പ്യുവർലി ഇമാജിനറി എന്ന് പറയുന്നത്. പ്യുവർലി ഇമാജിനറി. ഇനി പ്യുവർലി റിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ z = 6 എന്നൊരു കോംപ്ലക്സ് നമ്പറിൽ iy ഇമാജിനറി പാർട്ട് ആബ്സെന്റ് ആണ്. ഇത്തരത്തിലുള്ള കോംപ്ലക്സ് നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്യുവർലി റിയൽ എന്ന് പറയുന്നത്. അപ്പോൾ z = 6 എന്നുള്ളത് എന്താണ്? വിച്ച് ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. 6 എന്നുള്ളത് ഒരു റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ പ്യുവർലി റിയൽ ആയിട്ടുള്ള ഏതൊരു കോംപ്ലക്സ് നമ്പറും ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലാണ് ബിലോങ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം കൂടി പറയാം. റിയൽ നമ്പറിന്റെ സെറ്റ് ഓഫ് റിയൽ നമ്പർ ഈസ് എ സബ്സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ. റിയൽ നമ്പറിന്റെ സെറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറിന്റെ അകത്ത് വരുന്ന ഒരു സബ്സെറ്റ് ആണ്. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സെറ്റ് ആണെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു ചെറിയ സെറ്റാണ് റിയൽ നമ്പേഴ്സ് മാത്രം ഉൾക്കൊള്ളുന്ന സെറ്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഐയുടെ പവേഴ്സ് ആണ്. ഐയുടെ ഓരോ പവേഴ്സും ആണ് നമുക്ക് നോക്കേണ്ടത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഐയുടെ പവേഴ്സ് ആണ്. ഐയുടെ ഫസ്റ്റ് പവർ i⁻1 which is equal to i itself. നെക്സ്റ്റ് വൺ i². i² വരുന്നത് -1 ആണ്. i³ വരുന്നത് -i. i⁴ വരുന്നത് 1 ആണ്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ i⁵ is equal to i. i⁶ is equal to -1. i⁷ is equal to -i. i⁸ is equal to 1. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ i -1
-i1. ഇതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ ആയിട്ടാണ് ഓരോന്നും പോകുന്നത്. അപ്പോൾ ഓരോ 4 നമ്പേഴ്സ് കഴിയുന്ന സമയത്തും സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഓരോ തൊട്ടടുത്തുള്ള 4 ഐഡ പവേഴ്സ്, തൊട്ടടുത്തുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 ഐഡ പവേഴ്സിന്റെ സം എന്തായിരിക്കും? ഇവിടെ നിന്ന് നോക്കിയേ, i1 + i² + i³ + i⁴ എന്താ വരിക? i + -1 + -i+1 എന്താ ടോട്ടൽ 0 ആണ് വരുന്നത്. തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 ഐഡ പവേഴ്സ്, കോൺസിക്യൂട്ടീവ് പവേഴ്സ് 4 പവേഴ്സ് ഓഫ് i, അത് ചിലപ്പോൾ i⁵51 + i⁵52 + i⁵53 + i⁵54 ആകാം. ഇങ്ങനെ ഏത് നമ്പേഴ്സും ഐയുടെ പവേഴ്സ് ആയിട്ടുള്ള 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ സം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. i⁵51 + 52 + 53 + 54 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഐയുടെ പവേഴ്സ് ആണ്. അതിന്റെ സം എല്ലാ സമയത്തും 0 ആയിരിക്കും. ഇനി നമുക്ക് 1/i ഒന്നും കൂടി നോക്കാം. 1/i എന്താ വരുന്നത്? 1/i വരുന്നത് നമ്മൾ മുകളിലും താഴെയും ഒരു i വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ i / i × i. i × i എന്താ? -1. അപ്പോൾ i / -1 -i. 1/i വരുന്നത് -i ആണ്. 1/i² വരുന്നത് -1. 1/i³ വരുന്നത് i. 1/i⁴ വരുന്നത് 1 ആണ്. അപ്പോൾ 1/i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -i ആണ്. 1/i², i²ലും i⁴ലും വാല്യൂസ് ചേഞ്ച് ആവുന്നില്ല. എന്നാൽ iയിലും i⁵3ലും ആണ്. ഇത് നമുക്ക് i⁻1 എന്നും i⁻3 എന്നൊക്കെ പറയാലോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്ററിൽ വരികയാണെങ്കിൽ ഐയുടെ പവറിൽ നെഗറ്റീവ് നമ്പേഴ്സ് വരികയാണെങ്കിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ മാറ്റം വരുന്നില്ല. ഓഡ് നമ്പേഴ്സ് ആവുന്ന സമയത്താണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി പറയാം. ഐയുടെ പവറിൽ ഈവൺ നമ്പർ ആണെങ്കിൽ 2, 4 ഈവൺ നമ്പർ ആണെങ്കിൽ വാല്യൂസ് എന്താ വരുന്നത്? വാല്യൂസ് എപ്പോഴും ഒരു റിയൽ നമ്പർ ആണ് വരുന്നത്. -1, 1 ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഐയുടെ പവറിൽ ഈവൺ നമ്പേഴ്സ് ആവുന്ന സമയത്ത് ഇത് -1 or 1 ആണ് വാല്യൂസ് വരുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് പവേഴ്സ് ആയിട്ട് ഈവൺ നമ്പർ വരികയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് വാല്യൂസ് ഓഫ് -1 ആണ്. ഐയുടെ പവറിൽ ഈവൺ നമ്പർ വരികയാണെങ്കിൽ അതിന് റിസൾട്ട് ഓൾട്ടർനേറ്റിംഗ് ഇൻ -1 and 1. ഐയുടെ പവറിൽ ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ വരികയാണെങ്കിൽ അതിന്റെ വാല്യൂസ് ഓൾട്ടർനേറ്റിംഗ് ഇൻ i and -i. ഇത് ഈവൺ ആവുന്ന സമയത്താണ്, ഇത് ഓഡ് ആവുന്ന സമയത്താണ്. ശ്രദ്ധിക്കുക, പവർ ഈവൺ ആവുന്ന സമയത്ത് ഐയുടെ വാല്യൂ -1ലും 1ലും ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ പവർ ഓഡ് നമ്പർ ആവുന്ന സമയത്ത് iയിലും -iയിലും വാല്യൂസ് ഓൾട്ടർനേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഐയുടെ പവറിൽ ഏതെങ്കിലും ഒരു വലിയ നമ്പർ വരികയാണെങ്കിൽ, ഐയുടെ പവറിൽ സപ്പോസ് i�98 ആണ് വരുന്നത്, i�98 ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്കറിയാം ഐയുടെ പവറിൽ ഏത് നമ്പർ വന്നാലും i -1 -i1 ഈ 4 വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ ഇവിടെ ഉള്ള ഇതിൻ്റെ റിമൈൻഡർ നോക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? i�98 ആണെങ്കിൽ നമ്മൾ i⁻98/4 ചെയ്യുക. 98/4 ചെയ്യുന്ന സമയത്ത് 96ൽ നമുക്ക് ഡിവിസിബിൾ ആണ്. റിമൈൻഡർ വരുന്നത് 2 ആണ്. അപ്പോൾ ഇതിന് i⁻2 എന്ന് എഴുതാം. i⁻2 എന്താ? -1. ഇങ്ങനെയാണ് വാല്യൂസ് കാണുന്നത്. ഇനി നമുക്ക് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ i⁻n is equal to i⁻k, where k എന്താണ്? k is the റിമൈൻഡർ ആണ്. k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n/4. n-നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് കിട്ടുന്ന റിമൈൻഡർ ആണ്, ശിഷ്ടമാണ് k. kയുടെ വാല്യൂസ് ഏതെല്ലാം ആകാം? 1, 2, 3 പിന്നെ 0 ആണുള്ളത്. 0 എന്നിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി ഡിവിസിബിൾ ആണെങ്കിൽ, 4 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആണെങ്കിൽ അതിൻ്റെ നാലാമത്തെ കേസ് ഇവിടെ 1 വന്നിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. അപ്പം 97 ആണെങ്കിൽ പവർ /4 ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ 1 വരും. റിമൈൻഡർ 1 വന്നാൽ വാല്യൂ i. 98 ആണെങ്കിൽ റിമൈൻഡർ 2 വരും. അപ്പോൾ ഇത് വാല്യൂ -1. 99 ആണെങ്കിൽ റിമൈൻഡർ 3, വാല്യൂ വരുന്നത് -i. നെക്സ്റ്റ് 100 ആണെങ്കിൽ
i⁻100 ആണെങ്കിൽ റിമൈൻഡർ 4 ആണ്. റിമൈൻഡർ 0 ആണ്. എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 4 ആയതുകൊണ്ട് തന്നെ റിമൈൻഡർ 0 ആണെങ്കിൽ നാലാമത്തെ പോസിബിലിറ്റി എന്താ, i⁻4. റിമൈൻഡർ 0 ആകുന്ന സമയത്ത് ഐയുടെ പവറിൽ നമ്മൾ 4 ആണ് ഇടേണ്ടത്. i⁻4 = 1. അങ്ങനെ വാല്യൂ നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പോൾ നോക്കുക, z = x + iy എന്നൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് നമ്മൾ z എന്ന് നൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ z എന്താണ്, x - iy. അവിടെ ഇമാജിനറി പാർട്ടിന്റെ സൈൻ ആണ് ചേഞ്ച് ആവുന്നത്. എക്സാമ്പിൾ ആയിട്ട് z = 2 + 3i ആണെങ്കിൽ ഇതിന്റെ കോൺജുഗേറ്റ് വരുന്നത് z 2 - 3i എന്നുള്ളതാണ്. എന്താണോ ഇമാജിനറി പാർട്ട് അതിന്റെ സൈൻ ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് എടുക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എടുക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺജുഗേറ്റിന്റെ കോൺജുഗേറ്റ് എടുക്കുകയാണെങ്കിൽ z⁻⁻. കോൺജുഗേറ്റിന്റെ കോൺജുഗേറ്റ് ഇപ്പൊ x + iy കോൺജുഗേറ്റ് ആണ് x - iy. അതിന്റെ കോൺജുഗേറ്റ് എടുക്കുകയാണെങ്കിലോ എഗെയിൻ നമുക്ക് കിട്ടുന്നത് x + iy തന്നെയാണ്. x + iy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z⁻⁻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z ആണ്. കോൺജുഗേറ്റിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് z ആണ്. ഇനി കോൺജുഗേറ്റ് തമ്മിൽ ആഡ് ചെയ്താലോ, z + z⁻ ചെയ്താൽ ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ x + iy plus x minus iy. x plus iy plus x minus iy ആണ്. iy കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്യുവർലി റിയൽ ആയിട്ടുള്ള പാർട്ടാണ് കിട്ടുന്നത്. പ്യുവർലി റിയൽ ആയിട്ടുള്ള ഒരു നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി കോൺജുഗേറ്റ് തമ്മിൽ മൈനസ് ചെയ്യുകയാണെങ്കിൽ z - z⁻ = x + iy minus x minus iy. x + iy minus x minus iy ആണ്. അപ്പോൾ എക്സും ക്യാൻസൽ ചെയ്ത് പോകും. iy മൈനസ് iy, അപ്പോൾ 2iy. പ്യുവർലി ഇമാജിനറി ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കോൺജുഗേറ്റ് തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്യുവർലി റിയലും കോൺജുഗേറ്റ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്യുവർലി ഇമാജിനറി ആണ്. നെക്സ്റ്റ് നമുക്ക് തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. z × z⁻ ചെയ്തിട്ടുണ്ടെങ്കിൽ x + iy × x - iy. അപ്പോൾ നമ്മുടെ a + b × a - b എന്നുള്ള ഫോർമാറ്റിലാണ്. നമുക്ക് x² പ്ലസ് a + b × a - b ആണ്. അപ്പോൾ a² - b² എന്ന് എഴുതാം. a² - i/2 എന്നുള്ളതാണ്. അപ്പോൾ i² വാല്യൂ -1 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ x² + y² എന്ന് കിട്ടും. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പർ അല്ല, ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് x² + y² എന്നുള്ളൊരു എക്സ്പ്രഷൻ ആണ്. അടുത്തത് 2-3 റിസൾട്ട്സ് ആണ്. റിസൾട്ട്സ് വരുന്നതാണ് z1 ± z2 all bar. z1 ± z2 all bar = z1 bar ± z2 bar. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് വരുമ്പോഴും z1 × z2 all bar = z1 bar × z2 bar. ഡിവിഷന്റെ സമയത്ത് z1 / z2 all bar = z1 bar / z2 bar, where z2 ≠ 0. ഇത്രയാണ് കോൺജുഗേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾജിബ്ര. നെക്സ്റ്റ് z1 z2 രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. z1 നമുക്ക് x1 + iy1 എന്നും z2 x2 + iy2 എന്നും പറയാമെങ്കിൽ z1 ± z2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1 + iy1 ± x2 + iy2 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. പിന്നെ ഇമാജിനറി പാർട്ടുകൾ y1 + y2. ഫസ്റ്റ് റിയൽ ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക ഓർ സബ്ട്രാക്ട്, ദെൻ ഇമാജിനറി പാർട്ട് തമ്മിലുള്ള ഓപ്പറേഷൻ ചെയ്യുക. നെക്സ്റ്റ് വൺ z1 × z2 ആണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെ, സാധാരണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ x2 + iy2 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, ഇമാജിനറി i വരുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. i² വരികയാണെങ്കിൽ x1 x2, പിന്നെ ഇവിടെ വരുന്നത് y1 y2 × i² ആണ്. അപ്പോൾ -y1 y2 + i × x1 y2 + x2 y1. പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെയാണ്. x1 x2 - y1 y2 എന്നുള്ളത് അതിൻ്റെ റിയൽ പാർട്ടും i × x1 y2 + x2 y1 എന്നുള്ളത് അതിൻ്റെ ഇമാജിനറി പോർഷനും ആയിരിക്കും.
ഇനി z1 ഡിവൈഡഡ് ബൈ z2 വരികയാണെങ്കിൽ x1 പ്ലസ് iy1 ഡിവൈഡഡ് ബൈ x2 പ്ലസ് iy2. ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പർ വരികയാണെങ്കിൽ നമ്മൾ എന്താ കോൺജുഗേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക, എന്നിട്ട് മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വരും x1 പ്ലസ് iy1 ഡിവൈഡഡ് ബൈ x2 പ്ലസ് iy2 ഇൻറ്റു x2 മൈനസ് iy2 ഡിവൈഡഡ് ബൈ x2 മൈനസ് iy2. കോൺജുഗേറ്റ് വെച്ച് നമ്മൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ആണെങ്കിൽ മുകളിൽ നമുക്ക് സാധാ പ്രൊഡക്റ്റ് പോലെ തന്നെ പ്രൊഡക്റ്റ് റൂൾ പോലെ തന്നെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. അടിയിൽ എന്താ വരുന്നത് കോൺജുഗേറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, z ഇൻറ്റു z ബാർ ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ വരുന്നത് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു കോൺജുഗേറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നുള്ള ഫോമാറ്റിലാണ്. അപ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനകത്ത് i സ്ക്വയറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. ന്യൂമറേറ്ററിൽ എന്താ x1 x2 പ്ലസ് y1 y2 ഡിവൈഡഡ് ബൈ അങ്ങനെയും വരും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ റിയൽ പാർട്ട് എക്സ് ആക്സിസിൽ റിയൽ വാല്യൂസും വൈ ആക്സിസിൽ ഇമാജിനറി വാല്യൂസും ആണ് നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോംപ്ലക്സ് നമ്പർ z is equal to x plus y എന്നൊരു കോംപ്ലക്സ് നമ്പറിൽ അതിൻ്റെ മോഡുലസ് r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് r is equal to mod z which is equal to root of x square plus y square ആണ്. മോഡുലസ് ഓഫ് z is equal to root of x square plus y square ആണ്. അതുപോലെ തന്നെ ആർഗ്യുമെന്റ് അതിന്റെ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ആർഗ്യുമെന്റ് ഓഫ് z is equal to തീറ്റ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിലുള്ള കേസാണ് അത് tan ഇൻവേഴ്സ് y ബൈ എക്സ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ tan ഇൻവേഴ്സ് y ബൈ എക്സ് ആണ്. അതേപോലെ തന്നെ x is equal to ഇത് r is equal to mod z root of x square plus y square ആണെങ്കിൽ നമുക്ക് x is equal to r cos തീറ്റ, അതേപോലെ തന്നെ y is equal to r sin തീറ്റ. x is equal to r cos തീറ്റ എന്നും y is equal to r sin തീറ്റ എന്നും എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ z is equal to x plus iy ക്കകത്ത് നമ്മൾ എക്സിനും വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ z is equal to r cos തീറ്റ പ്ലസ് i ഇൻറ്റു r sin തീറ്റ എന്ന് പറയാൻ പറ്റും. ആറിനെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ z is equal to r into cos theta plus i sin theta എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് അതിന്റെ പോളാർ ഫോം. ഒരു കോംപ്ലക്സ് നമ്പർ z is equal to x plus iy എന്നതിന്റെ പോളാർ ഫോം ആണ് z is equal to r into cos theta plus i sin theta. r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് എന്താണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കോസ് തീറ്റ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ tan ഇൻവേഴ്സ് y ബൈ എക്സ് ആണ്. അത് ഓരോ ക്വാഡ്രന്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആർഗ്യുമെന്റ് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഇതാണ് പറയുന്നത്, ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആർഗ്യുമെന്റ് ആണ് tan ഇൻവേഴ്സ് y ബൈ എക്സ്. ഓരോ ക്വാഡ്രന്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചും ആർഗ്യുമെന്റ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുണീക്ക് വാല്യൂ അല്ല, ആർഗ്യുമെന്റ് ഒരു യുണീക്ക് വാല്യൂ അല്ല. എന്താണ് ആർഗ്യുമെന്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആർഗ്യുമെന്റ് പറയുന്നത് 0 to 2π എന്നൊരു ഇന്റർവെല്ലിലാണ്. 0 to 2π എന്ന ഇന്റർവെല്ലിലാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് പറയുന്നത്. അപ്പോൾ അതൊന്നും ഒരു യുണീക്ക് വാല്യൂ അല്ല. അപ്പോൾ നമ്മൾ യുണീക്ക് വാല്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് നമ്മൾ -π to π എന്ന ഇന്റർവെല്ലിലാണ് നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് പറയുന്നത്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് പറയുന്നത് -π to π എന്ന ഇന്റർവെല്ലിലും യൂഷ്വൽ ആർഗ്യുമെന്റ് 0 to 2πയിലാണ്. 0 to 2πയില് ആർഗ്യുമെന്റ് യുണീക്ക് അല്ല, വാല്യൂസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരും. അതുകൊണ്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിനെ നമ്മൾ ക്യാപിറ്റൽ ARG ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ആർഗ്യുമെന്റ് ഓഫ് z ഇതാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്. എന്നാൽ സ്മോൾ ARG ആണെങ്കിൽ അത് യൂഷ്വൽ ആർഗ്യുമെന്റ് ആണ്. യൂഷ്വൽ ആർഗ്യുമെന്റ് നമ്മൾ പറഞ്ഞു 0 to 2π എന്ന ഇന്റർവെല്ലിലും പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് -π to π എന്ന ഇന്റർവെല്ലിലുമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്.
നെക്സ്റ്റ് നമ്മൾ ഓരോ ക്വാഡ്രന്റിലും കോംപ്ലക്സ് നമ്പറിലെ യൂഷ്വൽ ആർഗ്യുമെന്റിലും പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിലും വരുന്ന ചേഞ്ചസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ റിയൽ ആക്സിസിൽ വരുന്ന ഒരു കോംപ്ലക്സ് നമ്പർ z is equal to x. z is equal to x ആണെങ്കിൽ ഇവിടെ ആർഗ്യുമെന്റ് വരുന്നത് യൂഷ്വൽ ആർഗ്യുമെന്റിനെയാണ് സ്മോൾ ലെറ്റർ ARG, ആർഗ്യുമെന്റ് ഓഫ് z is equal to 0. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റും സെയിം തന്നെയാണ്. പ്രിൻസിപ്പൽ ആർഗ്യുമെന്റും 0 തന്നെയാണ്. യൂഷ്വൽ ആർഗ്യുമെന്റും പ്രിൻസിപ്പൽ ആർഗ്യുമെന്റും z is equal to x എന്ന കോംപ്ലക്സ് നമ്പറിൽ സെയിം ആണ്. അതിന്റെ വാല്യൂ 0 എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് z is equal to x plus iy, where x greater than 0, y greater than 0. ഈ സമയത്ത് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ യൂഷ്വൽ ആർഗ്യുമെന്റ് വരുന്നത് ആർഗ്യുമെന്റ് ഓഫ് z is equal to നമുക്കറിയാം tan inverse y by x ആണ്. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് വരുന്നത് tan inverse y by x സെയിം തന്നെയാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ചേഞ്ച് ഇല്ല. ഫസ്റ്റ് ക്വാഡ്രന്റിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് വരുന്നത് tan inverse y by x ആണ്. അടുത്ത പോയിന്റ് ഞാൻ ഇമാജിനറി ആക്സിസിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്. z is equal to iy. പോസിറ്റീവ് ഇമാജിനറി ആക്സിസിലെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ z is equal to iy-ക്കകത്ത് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റും യൂഷ്വൽ ആർഗ്യുമെന്റും സെയിം തന്നെയാണ്. ഈ കേസിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആൻഡ് യൂഷ്വൽ ആർഗ്യുമെന്റ് എന്താണ് π/2. ഈ കേസിൽ യൂഷ്വൽ ആർഗ്യുമെന്റിന്റെയും പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിന്റെയും വാല്യൂ സെയിം ആണ്. അത് π/2 ആണ്. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ഇമാജിനറി ആക്സിസിൽ ഞാനൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതാണ് നെഗറ്റീവ് ഇമാജിനറി ആക്സിസിൽ z is equal to -iy. z is equal to -iy-ക്കകത്ത് യൂഷ്വൽ ആർഗ്യുമെന്റ് വരുന്നത് ആർഗ്യുമെന്റ് ഓഫ് z is equal to 3π/2. എന്നാൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് z നമ്മൾ പറഞ്ഞു. പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -π to π എന്നുള്ളതാണ് അതിന്റെ ഇന്റർവെൽ. -π to π-ക്കകത്ത് വരികയാണെങ്കിൽ ഇതിന്റെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് വരിക -π/2 എന്നുള്ളതാണ്. യൂഷ്വൽ ആർഗ്യുമെന്റ് 3π/2. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് വരുന്നത് -π/2 എന്നുള്ളതാണ്. ഇനി ഞാൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്. z is equal to x plus iy. ക്കകത്ത് ഇവിടെ എന്താണ് x less than 0, y greater than 0. സെക്കൻഡ് ക്വാഡ്രന്റ് അതല്ലേ, x less than 0, y greater than 0. ഇവിടുത്തെ ആർഗ്യുമെന്റ് വരുന്നത് യൂഷ്വൽ ആർഗ്യുമെന്റ് ഓഫ് z is equal to എന്താ വരുന്നത് π minus tan inverse y by x അല്ലേ. π minus tan inverse y by x. π minus tan inverse y by x. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റും സെയിം തന്നെയാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ -π to π എന്നുള്ള ഇന്റർവെല്ലാണ് ഇത് വരുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് is equal to π minus tan inverse y by x. π minus tan inverse y by x. ഇനി ഞാൻ നെഗറ്റീവ് എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് എടുക്കുകയാണ്. നെഗറ്റീവ് എക്സ് ആക്സിസ് z is equal to -x. പ്യൂർലി റിയൽ ആണ്. ഇമാജിനറി പാർട്ട് ഒന്നും തന്നെ ഇല്ല. ഇമാജിനറി പാർട്ട് 0 ആണ്. ഈ സമയത്ത് യൂഷ്വൽ ആർഗ്യുമെന്റ് is equal to പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് is equal to π. നെഗറ്റീവ് എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് എടുത്താൽ, ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ യൂഷ്വൽ ആർഗ്യുമെന്റും പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിന്റെയും വാല്യൂ ഒന്ന് തന്നെയാണ്. അതെന്താണ് π ആണ്. ഇനി ഞാൻ തേർഡ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് എടുക്കുന്നു. z is equal to x plus iy, where x less than 0, y less than 0. ഈ സമയത്തുള്ള യൂഷ്വൽ ആർഗ്യുമെന്റ് വരുന്നത് എത്രയാണ്? യൂഷ്വൽ ആർഗ്യുമെന്റ് ഓഫ് z is equal to π plus tan inverse y by x. എന്നാൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റോ π പ്ലസ് ആണ്. പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്തായാലും അതിനകത്തല്ല നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് വരുന്നത് -π plus tan inverse y by x. ശ്രദ്ധിക്കുക, തേർഡ് ക്വാഡ്രന്റിലെ യൂഷ്വൽ ആർഗ്യുമെന്റ് വരുന്നത് π plus tan inverse y by x ഉം പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് വരുന്നത് -π plus tan inverse y by x ഉം ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിലെ ഒരു പോയിന്റ് എടുത്തു. z is equal to x plus iy,
where x greater than 0, y less than 0. x greater than 0, y less than 0. ഇവിടുത്തെ യൂഷ്വൽ ആർഗ്യുമെന്റ് വരുന്നത് 2π minus tan inverse y by x. 2π minus tan inverse y by x ആണ്. എന്നാൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് നമുക്കറിയാം, നമ്മൾ -π to π ലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് z is equal to minus tan inverse y by x. പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് വരുന്നത് minus tan inverse y by x. ഇത്രയാണ് പറയാനുള്ളത്. ഓരോ ക്വാഡ്രന്റിലും വരുന്ന ചേഞ്ചസ് ആണ്. മെയിൻലി തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റിലും സെക്കൻഡിലും ചേഞ്ചസ് ഒന്നുമില്ല. തേർഡ് ക്വാഡ്രന്റ് അതേപോലെ നെഗറ്റീവ് ഇമാജിനറി ആക്സിസ് ഫോർത്ത് ക്വാഡ്രന്റ്, ഇതിനകത്താണ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിലും യൂഷ്വൽ ആർഗ്യുമെന്റിലും ചേഞ്ച് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് തിയറംസും അതേപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സുകളാണ് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ യൂളേഴ്സ് തിയറം പറയുന്നത് എന്താ? e raised to i theta is equal to cos theta plus i sin theta. അതാണ് യൂളേഴ്സ് തിയറം പറയുന്നത്. നെക്സ്റ്റ് വൺ ഡി മോയിവേഴ്സ് തിയറം പറയുന്നത് cos theta plus i sin theta all raised to n is equal to cos n theta plus i sin n theta. cos theta plus i sin theta all raised to n is equal to cos n theta plus i sin n theta. ഇതാണ് ഡി മോയിവേഴ്സ് തിയറം പറയുന്നത്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സുകളാണ്. ആ റിസൾട്ട്സുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ mod z is equal to mod z bar. ഓരോന്ന് നോട്ട് ചെയ്യാം. mod z is equal to mod z bar. Next one mod z raised to n is equal to mod z all raised to n. mod z raised to n is equal to mod z all raised to n. Next one argument of z bar is equal to negative argument of z. Argument of z bar is equal to negative argument of z. Next one argument of z raised to n is equal to n into argument of z. Argument of z raised to n is equal to n into argument of z. നമ്മുടെ ഡി മോയിവേഴ്സ് തിയറത്തിന്റെ ഒരു ഇതായിട്ട് വരും. നെക്സ്റ്റ് വൺ z bar is equal to mod z all square. z bar is equal to mod z all square. അടുത്തത് real part of z always less than or equal to mod z. Real part of z always less than or equal to mod z. അതേപോലെ തന്നെ imaginary part of z always less than or equal to mod z. Real part of z always less than or equal to mod z. അതേപോലെ തന്നെ imaginary part of z always less than or equal to mod z. Next one mod of real z plus mod of imaginary z. Mod of real z plus mod of imaginary z less than or equal to root 2 into mod z. Less than or equal to root 2 into mod z. അടുത്ത വരുന്നത് modulus of z1 z2 is equal to mod z1 into mod z2. Modulus of z1 z2 is equal to mod z1 into mod z2. അതേപോലെ തന്നെ modulus of z1 by z2 is equal to mod z1 divided by mod z2, where z2 not equal to 0. Modulus of z1 divided by z2 is equal to mod z1 divided by mod z2. അടുത്ത വരുന്ന അഡീഷൻ ആണ് mod z1 plus mod z2. Modulus of z1 plus z2 always less than or equal to. Modulus of z1 plus z2 always less than or equal to mod z1 plus mod z2. Modulus of z1 plus z2 always less than or equal to mod z1 plus mod z2. ഇതിനാണ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. മോഡുലസ് ഓഫ് z1 plus z2 less than or equal to mod z1 plus mod z2 എന്നുള്ളതിനെയാണ് നമ്മൾ ട്രയാങ്കുലർ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ വേറെ റിസൾട്ട് ഉള്ളത് mod z1 minus z2 less than or equal to mod z1 plus mod z2. Mod z1 mod z1 minus z2 less than or equal to mod z1 plus mod z2. ഇനി നമുക്ക് പാരലോഗ്രാം ഇക്വാലിറ്റി നോക്കാം. പാരലോഗ്രാം ഇക്വാലിറ്റി പറയുന്നത് ഇതാണ്.
പാരലലോഗ്രാം ഇക്വാലിറ്റി പറയുന്നതാണ് മോഡ് ഓഫ് z1 plus z2 all square plus mod of z1 minus z2 all square is equal to 2 times of mod z1 square plus z2 square. Mod z2 square. Modulus of z1 plus z2 all square plus modulus of z1 minus z2 all square is equal to 2 times of mod z1 square plus mod z2 square. ഇതാണ് പാരലലോഗ്രാം ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതുവരെ എടുത്ത ടോപ്പിക്സിന് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഐ പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ ക്യൂ പ്ലസ് എക്സെട്ര അപ് ടു ഐ റേസ് ടു 102. ഐ പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ ക്യൂ പ്ലസ് എക്സെട്ര അപ് ടു ഐ റേസ് ടു 102. ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ മൈനസ് ഐ, ഓപ്ഷൻ ബി 1 പ്ലസ് ഐ, ഓപ്ഷൻ സി -1 പ്ലസ് ഐ ആൻഡ് ഓപ്ഷൻ ഡി -1 മൈനസ് ഐ. അപ്പോൾ നോക്കാം, നമ്മൾ പറഞ്ഞു 4 തൊട്ടടുത്തുള്ള ഐയുടെ പവേഴ്സ് 4 കോൺസിക്യൂട്ടീവ് ഇൻറ്റഗ്രൽ പവേഴ്സ് ഓഫ് ഐ എന്താണ് 0 ആണ്. അപ്പോൾ നമുക്ക് ഐ റേസ് ടു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 എന്താ ഐ റേസ് ടു 4 0 ആയിരിക്കും. അതേപോലെ ഓരോ 4 സെറ്റും ഓരോ 4 പവേഴ്സിൽ കോൺസിക്യൂട്ടീവ് ഇൻറ്റഗ്രൽ പവേഴ്സ് ഓഫ് ഐയുടെ ഓരോ സെറ്റിന്റെ വാല്യൂസും എന്താണ് 0 ആണ്. അപ്പോൾ നമുക്ക് ഐ റേസ് ടു 100 വരെ ഉള്ള വാല്യൂസ് എല്ലാം 0 ആയി പോകും. ഓരോ 4 സെറ്റാണ്, ആ 4 സെറ്റിന്റെ വാല്യൂ സമ്മ് 0 ആയിരിക്കും. പിന്നെ നമുക്ക് എന്താ റിമൈനിങ് ഉള്ളത് ഐ റേസ് ടു 101 പ്ലസ് ഐ റേസ് ടു 102. ഇത്രയും നമുക്ക് 0 ആയി. ബാക്കിയുള്ളത് ഐ റേസ് ടു 101 പ്ലസ് ഐ റേസ് ടു 102 മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഐ റേസ് ടു 101 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് അതിന്റെ റിമൈൻഡർ വരുന്നത് 101/4 ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ 1 ആണ് വരുന്നത്. അപ്പോൾ ഐ റേസ് ടു 1 പ്ലസ് ഐ സ്ക്വയർ. ഇതാണ് ഐ റേസ് ടു 101 പ്ലസ് ഐ റേസ് ടു 102. ഐ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1. അപ്പോൾ -1 പ്ലസ് ഐ ആണ് ഈ ഒരു എക്സ്പ്രഷന്റെ ആൻസർ. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഐ ക്യൂബ് മൈനസ് 1/i ക്യൂബ് ഓൾ ക്യൂബ്. ഐ ക്യൂബ് മൈനസ് 1/i ക്യൂബ് ഓൾ ക്യൂബ്. ഇതിന്റെ വാല്യൂ ആണ് വേണ്ടത് 8 2i -2i -8i. ഇത്രയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഐ ക്യൂബ് മൈനസ് 1/i ക്യൂബ് ഓൾ ക്യൂബ് നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം -i എന്നുള്ളതാണ്. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ -i ആണ്. 1/i ക്യൂബ് നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞു 1/i എന്ന് പറഞ്ഞാൽ -iയും 1/i ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ഐയും ആണ്. അപ്പോൾ പോസിറ്റീവ് 1/i ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +i ആണ്. അപ്പോൾ നമ്മൾ 1/i ക്യൂബ് എന്ന് പറഞ്ഞാൽ ഐ ക്യൂബ് മൈനസ് ഈ മൈനസ് ആണ് -1/i ക്യൂബ്. 1/i ക്യൂബിന്റെ വാല്യൂ ഐ തന്നെ ഓൾ ക്യൂബ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടി -2i ഓൾ ക്യൂബ്. -2i ഓൾ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ -8i. ഐ ക്യൂബ് -i ആണ്. അപ്പോൾ പോസിറ്റീവ് 8i എന്നുള്ളതാണ് വാല്യൂ ആൻസർ. ഓപ്ഷനകത്ത് -8i എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഓപ്ഷൻ ഡി പോസിറ്റീവ് 8i ആക്കിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 plus i divided by √2 all raised to 4 plus 1 minus i divided by √2 all raised to 4 is equal to. അപ്പോൾ 1/√2 മൈനസ് i/√2 എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്താ ഒരു പോളാർ ഫോമിലാണ് ഇത് തന്നിട്ടുള്ളത്. പോളാർ ഫോം നമുക്ക് എഴുതുകയാണെങ്കിൽ 1/√2 പ്ലസ് i ഇൻറ്റു 1/√2 all raised to 4 പ്ലസ് 1/√2 മൈനസ് i ഇൻറ്റു 1/√2 all raised to 4 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1/√2 പ്ലസ് i ഇൻറ്റു 1/√2 കോസിനും സൈനും 1/√2 വാല്യൂ വരുന്നത് എന്താ π/4 ആണ് 45 ഡിഗ്രി. അപ്പോൾ കോസ് π/4 പ്ലസ് i സൈൻ π/4 all raised to 4 പ്ലസ് കോസ് π/4 മൈനസ് i സൈൻ π/4 all raised to 4. ഇനി ഡി മോയിസ് തിയറം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓൾ റേസ് ടു n എന്നാണ്. കോസ് n തീറ്റ പ്ലസ് ഐ സൈൻ n തീറ്റയാണ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തു കോസ് π/4 ഇൻറ്റു 4 പൈ പ്ലസ് ഐ സൈൻ പൈ പ്ലസ്
കോസ് പൈ മൈനസ് ഐ സൈൻ പൈ. ഇനി എന്താ, സൈൻ പൈ 0 ആവും. അപ്പോൾ ഇമാജിനറി പാർട്ട് രണ്ടും പോയി. ഇനി കോസ് പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 പ്ലസ് -1 ആൻസർ വരുന്നത് -2. ഈ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ വരുന്നത് -2 ആണ്.